എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 12 ശ്ലോകം 15, 16, 17, 18, 19 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ ശരീരത്തിലും ജീവാത്മാവായിരിക്കുന്നത് ഞാൻ ഒരുവൻ മാത്രമാണ് എന്നറിഞ്ഞ് സർവാത്മാവായിരിക്കുന്ന എന്നെ ശരണം പ്രാപിച്ചോളൂ ഉദ്ധവ പറയാണ് ഭഗവാൻ ഉദ്ധവനോട്. ശ്ലോകം 15. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാമേകമേവ ശരണം ആത്മാനം സർവദേഹിനാം യാഹി സർവാത്മഭാവേന മയാ സ്യാഹ്യകുതോ ഭയം. സർവശരീരികളിലും ജീവരൂപനായിരിക്കുന്നവൻ ഞാൻ ഒരുവൻ തന്നെ എന്നറിഞ്ഞ് സർവാത്മാവായിരിക്കുന്ന എന്നെ ശരണം പ്രാപിച്ചുകൊള്ളൂ ഉദ്ധവ. നീ സർവഭയങ്ങളിൽ നിന്നും വേറിട്ട് മുക്തനായി ഭവിക്കും. ശാസ്ത്രാന്വേഷണത്തിനായി ക്ലേശിക്കേണ്ട. സാരമായിരിക്കുന്ന എന്റെ ഉപദേശാനുഷ്ഠാനത്താൽ സാധ്യത്തെ സാധിച്ചുകൊള്ളുക എന്ന് ഭഗവാൻ ഉദ്ധവനോട് ഉപദേശിച്ചു. ഇതെല്ലാം കേട്ടിട്ട് ഉദ്ധവൻ മറുപടി പറയുന്നു. ശ്രീ ഉദ്ധവ ഉവാച സംശയ ശൃണ്വതോ വാചം തവ യോഗേശ്വരേശ്വര ന നിവർത്തദാത്മസ്ഥോ യേന ഭ്രാമ്യതി മേ മനഃ. ഉദ്ധവൻ പറയാണ്, വേദസ്വരൂപനായ എന്നാൽ പറയപ്പെട്ട ശ്രുതിസ്മൃതികളെ അനുസരിച്ച് നടക്കണം എന്ന് മുമ്പ് പറഞ്ഞു. ശാസ്ത്രവാക്യങ്ങളെ അറിയാൻ ക്ലേശിക്കേണ്ട. എല്ലാം ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിച്ചുകൊള്ളുക എന്നിപ്പോൾ പറഞ്ഞു ഭഗവാൻ. യോഗേശ്വരന്മാരായ ബ്രഹ്മാദി ദേവന്മാർക്കും ഈശ്വരനായ ഹേ ഭഗവൻ, അങ്ങ് ഉപദേശിക്കുന്നതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മനസ്സിൽ നിന്നും പിന്നെയും സംശയം തീരുന്നില്ല. അന്യോന്യ വിരുദ്ധങ്ങൾ എന്ന പോലെ തോന്നുന്ന ഉപദേശവാക്യങ്ങളിൽ ഏതിനെയാണ് ഞാൻ ഉറപ്പായി ധരിക്കേണ്ടത് എന്ന ആലോചനയാൽ എന്റെ മനസ്സിന് ഭ്രമമായിരിക്കുന്നു ഭഗവാന് എന്ന് ഉദ്ധവൻ ഭഗവാനോട് പറയണം. അപ്പതാ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയണു. ശ്രീ ഭഗവാനുവാച സയേഷ ജീവോ വിവരപ്രസൂതി പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ട മനോമയം സൂക്ഷ്മമുപേത്യ രൂപം മാത്രാസ്വരോ വർണ്ണയിതി സ്ഥവിഷ്ഠ. ഉദ്ധവന്റെ സംശയം തീർക്കാനായിട്ട് താഴെ പറയും വിധം ഭഗവാൻ അരുളി ചെയ്തു. ഈശ്വരൻ തന്റെ മായാശക്തിയാൽ പ്രപഞ്ച സ്വരൂപനായിട്ട് വിളങ്ങുന്നു. അനാദിയായ അജ്ഞാന നിമിത്തം ജീവന്മാർക്ക് ഈ തത്വം അറിയാതിരുന്നതിനാൽ കർത്താവ് ഭോക്താവ് എന്നുള്ള അഹങ്കാരമുണ്ടായി. അപ്പോ വിധി നിഷേധങ്ങളെ കൽപ്പിക്കേണ്ടതായിട്ട് വന്നു. ആ സ്ഥിതിയിൽ അഹങ്കാരികളായിരിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി വേദത്തെ കൽപ്പിച്ചു. അവര് ആ വാക്യങ്ങളെ ആദരിച്ചു തന്നെ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ക്രമത്തിൽ അന്ധകരണം ശുദ്ധമായിട്ട് വരും. അപ്പോ ഫലകാംക്ഷ കൂടാതെ വേദോക്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന കർമ്മയോഗം ഉപദേശിച്ചു. നിർമ്മലമായി ഭവിച്ച അന്ധകരണത്തിൽ നിന്ന് കർമ്മവാസനാരൂപമായിരിക്കുന്ന ചലനത്തെ തീരെ കളയാൻ വേണ്ടി കർമ്മശ്രദ്ധയെ ഉപേക്ഷിച്ച് ഏകാന്ത ഭാവേന ഭജിക്കുക എന്ന ഭക്തിയോഗവും ഉപദേശിച്ചു. ഭക്തി ഉറച്ചാൽ സാധിക്കേണ്ടത് സാധിച്ചു പോയതിനാൽ പിന്നെ ചെയ്യേണ്ടത് ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ശാന്തനായിരിക്കുക എന്നും അവസാനം പറഞ്ഞു. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഓരോ സ്ഥിതിയിൽ ഓരോ അധികാരികളെ ഉദ്ദേശിച്ചു പറഞ്ഞത് അവരവരുടെ സ്ഥാനത്ത് നിന്ന് അവരെ എല്ലാവരെയും ഉയർത്തുവാനാകുന്നു എന്നാണ് പറയാൻ ഭാവിക്കുന്ന സമാധാനത്തിന്റെ സാരം. ഒന്നാമതായിട്ട് ഈശ്വരനിൽ നിന്ന് വാഗാദികളായ ഇന്ദ്രിയങ്ങൾ മുഖാന്തരം ജീവന് സുഖ ദുഃഖാനുഭവത്തിന് കാരണമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ പ്രാദുർഭാവത്തെ 4 ശ്ലോകം കൊണ്ടാണ് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത്. സകലർക്കും അപരോക്ഷാനുഭവ രൂപേണ വിളങ്ങുന്ന ഭഗവാൻ പരമേശ്വരൻ ഒന്നാമതായിട്ട് ആധാരചക്രങ്ങളിൽ അഭിവ്യക്തി പ്രാപിക്കുന്നു. എങ്ങനെയെന്നാൽ ആധാരചക്രങ്ങളിൽ യാതൊരു നാദം അനുഭവഗോചരമായിരിക്കുന്നുവോ ആ നാദം പരമേശ്വര സ്വരൂപ വ്യക്തിയാകുന്നു. പരാ എന്നു പേരായ ആ നാദം പ്രാണനിൽ അടങ്ങിയിരിക്കുന്നു. പ്രാണനോട് കൂടി ചേർന്ന് ഗുഹാരൂപമായ ആധാരചക്രത്തെ പ്രവേശിക്കുന്നു. അപ്പോ
മനോമയമായിരിക്കുന്ന സൂക്ഷ്മരൂപമായി ഭവിക്കുന്നു. ഇതിന് പശ്യന്തി എന്നു പേര്. മണിപൂരക ചക്രത്തിൽ ഇതിന്റെ വ്യക്തി ഭവിക്കുന്നു. അവിടെ നിന്ന് വിശുദ്ധി ചക്രത്തിൽ പ്രവേശിക്കുമ്പോൾ മധ്യമ എന്ന നാമത്തെ വഹിക്കുന്നു. അതിൽ കൂടി മുഖത്തിൽ പ്രവേശിക്കുമ്പോൾ ഹ്രസ്വം, ദീർഘം എന്ന മാത്രകളായിട്ടും ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന സ്വരങ്ങളായിട്ടും കകാരാദികളായ അക്ഷരങ്ങളായിട്ടും ഭവിക്കുന്നു. ഇതിന് വൈഖരി എന്നു പേര്. ഇത് തന്നെയാണ് നാദത്തിന്റെ സ്ഥൂല രൂപം. ഇങ്ങനെ നാദരൂപേണ ക്രമേണ വർദ്ധിച്ച് സകല ജനങ്ങളുടെയും മുഖദ്വാര പുറത്തു പ്രകാശിച്ചത് അപരോക്ഷ അനുഭവത്താൽ മാത്രം അറിയപ്പെടുവാൻ കഴിയുള്ള സ്വരൂപത്തോടു കൂടിയ പരമേശ്വരന്റെ അതിസ്ഥൂലമായ സ്വരൂപമാകുന്നു. ഇങ്ങനെ ക്രമേണ ആധാരചക്രങ്ങളെ കടന്ന് വാഗിന്ദ്രിയത്തിൽ ചേർന്ന് പുറത്തു പ്രവേശിക്കാനുണ്ടായ ആദി കാരണം പ്രാണനോടുള്ള ചേർച്ചയാകുന്നു. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് സൗക്ഷ്മ്യ സ്ഥൗല്യാനുസാരേണ നാമധേയത്തെ വഹിച്ചിരിക്കുന്നു. ഇങ്ങനെ ഭഗവാൻ സ്ഥൂല രൂപത്തെ പ്രാപിച്ചു. യഥാനലഖേ നിലബന്ധുരൂഷ്മ ബലേന ദാരുണ്യധിമധ്യമാന അണുപ്രജാതോ ഹവിഷാ സമിധ്യതേ തഥൈവ മേ വ്യക്തിരിയം ഹിവാണി. അറിയാൻ കഴിയാതിരുന്ന ഭഗവാൻ പരമേശ്വരൻ വാക്കാകുന്ന സ്വരൂപത്തെ ധരിച്ച ക്രമത്തെ അഗ്നിയുണ്ടാക്കുന്ന ക്രമത്തോട് സാദൃശ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തുകയാണ്. അഗ്നി ആദ്യം ആകാശത്തിലെ ഉഷ്ണരൂപമായിരിക്കുന്നു. ഉഷ്ണം അഗ്നിയുടെ അവ്യക്ത സ്വരൂപമാകുന്നു. ആകാശം എല്ലാ പദാർത്ഥത്തിലും ഉണ്ട്. ആകാശം എല്ലാ പദാർത്ഥത്തിലും ഉണ്ട്. അതുകൊണ്ട് ഒരു മരക്കഷ്ണത്തിലും ഉണ്ട്. 2 മരക്കഷ്ണങ്ങളെ ബലമായി മഥിക്കുമ്പോൾ വായുവിൽ ആ ഉഷ്ണം വ്യാപിച്ച് അണുരൂപമായി ഭവിക്കുന്നു. ഇതിന് പുലിംഗം എന്നു പേര്. വായുവിനെ ആശ്രയിച്ച് പ്രകാശിച്ചതായ ഉഷ്ണത്തിന്റെ സ്വരൂപമായിട്ട് പുലിംഗമുണ്ടായപ്പോൾ മുമ്പത്തേക്കാൾ വ്യക്തമായി ക്രമേണ പഞ്ഞിയിൽ പിടിപ്പിച്ചു, അതിൽ അല്പം നെയ്യൊഴിച്ചു. ഇങ്ങനെ ക്രമേണ ഉപാധിയെ വർദ്ധിപ്പിച്ച് അഗ്നിയെ വലുതാക്കി തീർക്കുകയും ബലമായ ഉപാധി ലാഭത്താൽ അഗ്നി സ്ഥൂല രൂപത്തെ എടുത്ത് വിളങ്ങുകയും ചെയ്യുന്നു. ഇതേ പ്രകാരം വാക്ക് അവ്യക്ത സ്വരൂപനായിരുന്ന എന്റെ സുവ്യക്ത സ്വരൂപമാകുന്നു. മൂലാധാരം മുതൽ വിശുദ്ധി ചക്രം വരെ വ്യാപിച്ച് വൈഖരീരൂപേണ മുഖദ്വാരത്തിൽ കൂടി ഭഗവാൻ വാഗ് രൂപനായി വിളങ്ങുന്നു. ഏവം ഗതി കർമ്മഗതിർ വിസർഗോ ഘ്രാണോരസോ ദൃക്സ്പർശശ്രുതിശ്ച സങ്കൽപ്പ വിജ്ഞാനമഥാഭിമാന സൂത്രം രജസത്വതമോ വികാര. വാഗിന്ദ്രിയദ്വാര വാഗ്രൂപമായി പ്രത്യക്ഷമായി പ്രകാശിച്ചതുപോലെ പരമേശ്വരൻ സകല ഇന്ദ്രിയങ്ങളിൽ കൂടിയും അതത് ഇന്ദ്രിയ വ്യാപാര സ്വരൂപനായിട്ട് വിളങ്ങുന്നു. പാദമാകുന്ന ഇന്ദ്രിയത്തിൽ ഗമനവും വായു എന്ന ഇന്ദ്രിയത്തിൽ ജലമലാദി വിസർജനവും ഇങ്ങനെ കർമ്മേന്ദ്രിയങ്ങളിലും വ്യാപാര സ്വരൂപേണ പ്രത്യക്ഷനായിരിക്കുന്നു. നാസികയാൽ ഗന്ധജ്ഞാനം, ജിഹ്വയാൽ രസജ്ഞാനം, നേത്രത്താൽ രൂപജ്ഞാനം, ത്വക്കുകൊണ്ട് സ്പർശജ്ഞാനം, ശ്രോത്രത്താൽ ശബ്ദജ്ഞാനം, മനസ്സുകൊണ്ട് സങ്കല്പജ്ഞാനം, ബുദ്ധി കൊണ്ട് നിശ്ചയജ്ഞാനം, അഹങ്കാരത്താൽ അഭിമാനം, ഇങ്ങനെ ഓരോന്നിന്റെയും അറിവുണ്ടാകുമ്പോൾ ജ്ഞാനേന്ദ്രിയദ്വാര ഭഗവത് സ്വരൂപം വ്യക്തിയെ പ്രാപിക്കുന്നു. പ്രധാന തത്വത്തിന്റെ ക്രിയാസ്വരൂപമായും സത്വം, രജസ്, തമസ് എന്ന ഗുണങ്ങളുടെ വികാരസ്വരൂപമായും കാണപ്പെടുന്ന സർവ പ്രപഞ്ചവും മഹാദേവനായ എന്റെ പ്രത്യക്ഷ സ്ഥൂല രൂപമാകുന്നു. രജോ ഗുണവികാരങ്ങൾ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളായ സൂര്യാദികൾ സത്വഗുണകാര്യങ്ങൾ, പൃഥിവ്യാദിഭൂതങ്ങൾ തമോ ഗുണകാര്യങ്ങൾ. ഇങ്ങനെ ഗുണങ്ങളാകുന്ന കാര്യങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ സംഘാതമാകുന്ന ലോകമുണ്ടായതിന് എന്റെ സന്നിധാനം കാരണമാകയാൽ ഓരോരോ കാര്യത്തിന്റെയും പ്രത്യക്ഷ അനുഭവം ഉണ്ടാകുമ്പോൾ എന്റെ സ്ഥൂല രൂപജ്ഞാനം ഉണ്ടാകുന്നു എന്ന് ഉപദേശിച്ചിരിക്കുകയാണ് ഭഗവാൻ. അപ്പോ ഏതൊരു ഇന്ദ്രിയം ഏതൊരു വ്യാപാരത്തെ നടത്തുമ്പോഴും ഈശ്വര സദ്ഭാവം നമുക്ക് അനുഭവമാകുന്നു എന്ന് സാരം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.